ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളോട് സ്നേഹമുണ്ടോ, അവർക്ക് മനസ്സിൽ എന്തെങ്കിലും ഫീലിങ്സ് നിങ്ങളോടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടോ, അവർക്ക് ഇപ്പോഴും നിങ്ങളോടൊരു സ്നേഹമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഓവറോൾ ഈ കാർഡുകളെല്ലാം വെച്ചിട്ട് കറണ്ട് സിറ്റുവേഷൻ പറയാനായിട്ട് സാധിക്കുന്നത്, കൂടുതൽ ആളുകളും ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരു മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട്, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് നിൽക്കുന്ന പോലത്തെ ആ ഒരു സിറ്റുവേഷനിലാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി മാറി നിൽക്കുകയാണെങ്കിൽ കൂടി നമ്മൾ ചിന്തിക്കുകയാണ്, ഈ ഒരു പേഴ്സണ് എന്നോട് ഇനി സ്നേഹമുണ്ടോ, യഥാർത്ഥത്തിൽ ഇവരെന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇനി മൂവ് ഓൺ ചെയ്യാനായിട്ട് നിൽക്കുന്നവരും അങ്ങനെ ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ളൊരു കാര്യം. ഫസ്റ്റ് മൂൺ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവരെ എന്തൊക്കെയോ പേടിപ്പിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരെ ഭയപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇവരെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. അവരുടെ മനസ്സിനെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഈ കുറച്ചു കാര്യങ്ങൾ, ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ആയിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളായിരിക്കാം. ഇനിയും ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, അങ്ങനെയുള്ള ചില ഭയങ്ങളും ആയിരിക്കാം. എന്താണെങ്കിലും കുറേ കാര്യങ്ങൾ ഇവരെ നിങ്ങളിൽ നിന്ന് മാറ്റി മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മൂലമാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോയിരിക്കുന്നത്, നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഓക്കെ, അതവിടെ നടന്നു. പക്ഷെ അവരുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു ഇമോഷൻസ് നിങ്ങളോടുണ്ട്, ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങളോടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നതായിട്ടും വളരെ ബിസി ആകാനായിട്ട് നോക്കുന്നു. അവരുടെ മൈൻഡിലെ കാര്യങ്ങളൊക്കെ, ചിന്തകൾ മാറ്റിവിടാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ ഇങ്ങനെ ഈ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ബിസി അല്ലാതെ ഒന്ന് മാറിയിരിക്കുക, രാത്രി സമയങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ഓർമ്മകൾ അവർക്കുണ്ടാകുന്നു. അതുപോലൊപ്പം തന്നെ രാത്രി സമയങ്ങളിൽ അവർക്ക് പലപ്പോഴും സ്വപ്നങ്ങളിൽ നിങ്ങളെ കാണുന്നു. ഇതൊക്കെ കാരണം ഈ ഒരു മെമ്മറീസ് മറന്നു കളയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർക്കൊരു സ്നേഹമുണ്ട്, അവരുടെ ഉള്ളിൻ്റെ ഒരു സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു കാർഡാണ്. ഇത് ഏറ്റവും ഒരു റൊമാൻറ്റിക് അഫെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, പ്രണയപരമായ ഒരു എനർജി തന്നെയാണ്. അവർ നിങ്ങളുടെ അടുത്ത് ഒരു വളരെയധികം ഒരു സ്നേഹവികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട്, റൊമാൻറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്, ഞാനിവിടെ ഓൾറെഡി ഫസ്റ്റ് കാർഡിൽ പറഞ്ഞു, പല സ്വപ്നങ്ങളിലും നിങ്ങളെ കാണുന്നു. അപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള പല സ്വപ്നങ്ങൾ അവർ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സ്നേഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ആ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്നു. അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സൂചന ആയിട്ടാണ് അവർക്ക് ആ രീതിയിലുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അവർക്ക് നിങ്ങളോടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അഫെക്ഷൻ എന്നും നിലനിർത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർ മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അത്രയധികം
ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു, അത്രയധികം ആഴത്തിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ളൊരു സ്നേഹമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു എംബ്രർ കാർഡാണ്. അവർ ചിലപ്പോഴൊക്കെ അവരുടെ ഒരു വികാരങ്ങളെ, ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവർക്കൊരു സ്നേഹമുണ്ടെങ്കിലും അത് അവർ മറച്ചു വെക്കുന്നതായിട്ടും അതുപോലെ തന്നെ ബലമായിട്ട് അവരതിനെ ഹൈഡ് ചെയ്ത് അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതിന് ഒത്തിരി കാരണങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് പുറത്തു നിന്നുള്ള ഫോഴ്സ് വഴി കാരണം കൊണ്ട് അത് അവരങ്ങനെ ചെയ്യുന്നതായിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പും കൂടെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തോ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അവരതങ്ങനെ ബലമായിട്ട് അടക്കി വെക്കുന്ന ആ ഒരു സ്നേഹം മറച്ചു വെക്കാനും ഹൈഡ് ചെയ്ത് പിടിക്കുകയും അലമായി അടക്കി വെക്കുന്ന ആ ഇമോഷൻസ് അടക്കി വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ഒരു കൺട്രോൾ ചെയ്ത് പിടിക്കുകയാണ്. പക്ഷെ അതിനകത്തും ആ കൺട്രോൾ ചെയ്ത് പിടിക്കുന്ന ഒരു ക്യാരക്ടർ അവർ പുറത്ത് കാണിക്കുമ്പോഴും അവരുടെ അകത്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൃദയമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവരുടെ സ്നേഹം ശരിക്കും ഒരു ഉറപ്പുള്ളതും കുറച്ച് സമയം എടുത്താലും ഇനി ഈ ഒരു ബ്രേക്കപ്പ് കുറേ നാളുകളായിട്ട് നീണ്ടു നിന്നാൽ കൂടിയും അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഒത്തിരി നാളുകളിൽ ഇനി ഗ്യാപ്പ് വന്നാൽ കൂടിയും അത് അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം മാറാത്തതുമാണ് എന്നാണ് നമുക്ക് ഈ ഒരു എംബ്രർ കാർഡിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ 4 ഓഫ് വാൻഡ്സ് ആണ്. അവര് നിങ്ങൾക്കൊപ്പം നമുക്കത് വീണ്ടും വീണ്ടും ഒരു ഡ്രീംസിനെ കുറിച്ചാണ് ഇവിടെ ഒത്തിരി വരുന്നത്. അത് നിങ്ങൾക്കൊപ്പം ജീവിക്കാനായിട്ട് സ്വപ്നം കാണുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു അടുത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ അവർ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളും ആ സെയിം സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊപ്പം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ്സും നൽകി ഒരു ഫാമിലി എന്നൊരു അനുഭവത്തോടു കൂടി ജീവിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളും അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മനസ്സിൽ നിങ്ങളിനി ഒരിക്കൽ കൂടി റീസ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്. അവരുടെ മനസ്സിൽ അത് പൂവിട്ട് വിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് വളർന്ന് വലുതായി നിങ്ങൾ വീണ്ടും ഒരു റീബർത്ത് ഈ റിലേഷൻഷിപ്പിനുണ്ടാകും. എന്നിട്ട് ഒന്നിച്ച് ജീവിക്കും എന്നുള്ളതിനുള്ള ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സൈൻ ആയിട്ടാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ പറയാനായിട്ട് സാധിക്കും. അപ്പം അതാണ് നമുക്ക് ഈ ഒരു 4 ഓഫ് വാൻഡ്സിൽ അവർ ആ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളുമായിട്ടിരിക്കുന്ന ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സുകൾ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് ഈ ഒരു രീതിയിൽ ഫാമിലി ആയിട്ടൊക്കെ നല്ല സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളാണ് ആ ഒരു സ്വപ്നങ്ങൾ അവരെ കൊണ്ട് കാണിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്ക് വരുന്നത് ഡെത്തിൻ്റെ ഒരു കാർഡാണ്. ഈ കാർഡും ഒരു മാറ്റത്തെ കാണിക്കുന്ന കാർഡ് തന്നെയാണ്. നിങ്ങൾ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. അതൊരു തകർന്ന സമയമോ അല്ലെങ്കിൽ അതൊന്ന് തകർന്നതിന് ശേഷമുള്ള ഒരു ബ്രേക്കോ ഒരു ഇടവേളയൊക്കെ ആയിരിക്കാം ഇത്. എന്നാൽ അതിനുശേഷം അവരുടെ ഹൃദയം പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ മാറ്റങ്ങളിൽ, പുതിയ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒരു മാറ്റം, ഡെത്ത് കാർഡ് അതാണ് കാണിക്കുന്നത്. പഴയതിനെ മറന്നുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹൃദയബന്ധം നിങ്ങൾ തമ്മിലുണ്ട്. ശരിക്കും നിങ്ങളെ ഒരു പങ്കാളിയായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി കാണുന്നത്. കൂടുതലായിട്ടും അവർക്ക് ഈ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഹൃദയത്തിൽ ഈ ഒരു സമയത്ത് ഒരു ശാന്തതയൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പിലോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയ സമയത്ത് നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ വളരെയധികം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളതൊന്ന് കേൾക്കാൻ പോലും ഒരു മനസ്സില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ പോലും മനസ്സിലാത്ത രീതിയിലൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒത്തിരി ശാന്തതയും ഒക്കെ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ബിഹേവിയറിലൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ ഓർക്കുന്ന സമയത്ത് വളരെ ഒരു ബാലൻസ് അവർക്കുണ്ടാകുന്നു. ഏത് പ്രശ്നങ്ങളും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു സമയം ഏത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും
നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബാലൻസ് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക്. അതായത് നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിക്ക് ചികിത്സ കിട്ടുന്നത് പോലെ അതുപോലെയാണ് അവർ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളെയും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയും ഒക്കെ അവർ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ബന്ധത്തിനായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് അവർ തയ്യാറാണ്, അതിനുവേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോഴും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഓരോരോ കൊച്ചു കൊച്ചു സ്റ്റെപ്പുകൾ എടുത്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ തെളിവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ ഒരു ഭാഗ്യചക്രം തിരിയുന്ന സമയമാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു അവസരം നൽകും. അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങളെ വന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് നൽകും. ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കറങ്ങി വരുന്ന, കുറച്ച് സമയത്തിൽ കറങ്ങി വരുന്നത് ഇനി നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമാണ് വരുന്നത്. അവർ നിങ്ങൾക്കുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ നൽകിക്കൊണ്ട് കടന്നു വരുന്ന ഒരു സമയമാണ് ഇനി. അത് വിധി വീണ്ടും നിങ്ങളെ ഒന്നിച്ചു ചേർക്കും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാർമിക് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം. വീണ്ടും ഒന്ന് ബ്രേക്കായി പോയതിനു ശേഷം വീണ്ടും പുതിയ വഴികളിൽ ആ സ്നേഹം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യൂൺ ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അതുപോലെ ഒരു കരുണയുള്ള ഒരു മനുഷ്യനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന ഒരാളായിട്ടും, ഒരു സ്പിരിച്വലി അവേക്കൻഡ് ആയ ഒരു വളരെയധികം സ്നേഹിക്കാൻ അറിയുന്ന ഒരു നല്ല മനസ്സിനുടമയായിട്ടൊക്കെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അവരുടെ ഹൃദയം നിങ്ങൾക്കായി ഇപ്പോഴും അവർ തുറന്നു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങളോട് ഒരു സ്നേഹമുണ്ട് എന്ന് തന്നെ, അതാണല്ലോ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹെർമിറ്റ് കാർഡ്, അവരിപ്പോ ശരിക്കും ഒരു നിശബ്ദമായ ഒരു അവസ്ഥയിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ശാന്തമായ ഒരു ഘട്ടത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. ഇനി പുറത്ത് കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ അവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ നിശബ്ദതയിൽ അവർ തന്നെ മാറിയിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നിശബ്ദതയിലൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിങ്ങളുടെ ആ ഒരു പേര് എന്നുമുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 10 ഓഫ് പെന്റക്കിൾസ് ആണ് ലാസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാർഡും അവരുടെ ഹൃദയം പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്കൊപ്പം ഒരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ബന്ധം ഉണ്ടാക്കണം, അങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അവർ പ്രതീക്ഷിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു ബന്ധത്തിൽ നല്ലൊരു സ്ഥിരത വേണമെന്നും, ഒരു ഫാമിലിയിൽ ലഭിക്കുന്ന എല്ലാ സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളും അവരും കൂടി ചേർന്ന് ആസ്വദിക്കണമെന്നും ഒക്കെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അവരുടെ ഒരു സ്നേഹം ഒരു താൽക്കാലികമായ ഒന്നല്ല, ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നാണ് കാണുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ആദ്യമേ ഈ റീഡിങ്ങിൽ ചോദിച്ചിട്ടുള്ള നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ഒരു സമയത്തും അവർക്ക് നിങ്ങളെ സ്നേഹമാണ് നിങ്ങളോട്. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അവർ നിങ്ങളിലേക്കൊരു കടന്നു വരും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തമ്മിലൊരു സോൾ ബോണ്ടാണ് ഇവിടെ കാണുന്നത്. ചില സിറ്റുവേഷനുകളിലൊക്കെ അവർ മൗനമായിട്ട് ഇരിക്കുന്നുണ്ടാകാം, പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ട്. അവർക്ക് ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു സാധ്യത, നിങ്ങൾ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജൂലൈ മന്ത് ആണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ Y കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത്, 1982, നമ്പർ 22,
നമ്പർ 25, നമ്പർ 22, ഡിസംബർ മന്ത്, നമ്പർ 22 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ ഹെയർ ഒക്കെ ഷോർട്ട് ഹെയർ ആയിരിക്കാം. 1987, ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1975, 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. ക്രേസി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ, ഈ ഒരു റീഡിങ് നിങ്ങൾ എന്ത് വിചാരിച്ചാണോ കാണുന്നത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നുള്ള ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. 1979 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. നമ്പർ 13 കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2001 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ കെ നമുക്ക് കിട്ടുന്നുണ്ട്. പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വി കിട്ടുന്നുണ്ട്. അതുപോലെ ബ്യൂട്ടിഫുൾ ഐസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണുകളൊക്കെ കാണാനായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1980 എന്ന് പറയുന്ന വർഷമാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു ക്ലൂ. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.